നമസ്കാരം. കുട്ടികളെ കഥയിലേക്കും സാഹിത്യത്തിലേക്കുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാമായണം നമുക്കുണ്ടായിട്ടുണ്ട്. മുത്തശ്ശി രാമായണം എന്നാണ് ആ രാമായണത്തിൻ്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുത്തശ്ശി രാമായണം. ലളിതസുന്ദരമായ ഭാഷയിൽ ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മുത്തശ്ശി ഒരു ഭാഗം ചൊല്ലി നിർത്തുമ്പോൾ കുട്ടികൾ വീണ്ടും ആവർത്തിച്ച് ബാക്കി കേൾക്കണം എന്ന് പറയുന്ന വിധത്തിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ ലളിതസുന്ദരമായ കൊച്ചു കുട്ടികൾക്ക് പോലും പാടാൻ കഴിയുന്ന, വായിക്കാൻ കഴിയുന്ന, ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു രാമായണം. ഇതെഴുതിയത് പട്ടയിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം വിവിധ യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിലൊക്കെ സാങ്കേതിക വിഭാഗം അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ ഈ ഹിന്ദു മതധർമ്മം, സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് യത്നിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു മുത്തശ്ശി കൊച്ചുമക്കളെ വിളിച്ചിരുത്തി ഇത് പറയുമ്പോൾ കുട്ടികൾ കൂടെ ഒപ്പം പാടുന്ന വിധത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് പല ഇടങ്ങളിലും, ഇപ്പോൾ കോഴിക്കോടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം, കവിയുടെ ജന്മദേശം. അവിടെ അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് പലയിടങ്ങളിൽ കുട്ടികളുടെ സംഗീത സദസ്സ് ഈ മുത്തശ്ശി രാമായണം ആലപിക്കുന്നുണ്ട്, വളരെ ഹൃദ്യമായിട്ട് ആലപിക്കുന്നുണ്ട്. ലളിതസുന്ദരമായ കവിത എന്നുള്ള വിധത്തിലും കുട്ടികളെ കവിതയിലേക്ക്, മലയാള ഭാഷയിലേക്ക് ആകർഷിക്കുന്ന, മലയാള കവിതാസ്വാദനത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. വെറ്റില ചെല്ലമെടുത്തു വെച്ചു മുത്തശ്ശിയൊന്നു മുറുക്കി, കണ്ണടച്ചൊന്നു ജപിച്ചു, പിന്നെ മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ. പണ്ടു ദശരഥ മന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം, പുത്രകാമേഷ്ടി കഴിച്ചു മക്കളുണ്ടായി 4 പേരപ്പോൾ. മുത്തശ്ശിയുള്ളം തെളിഞ്ഞു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ജയ രാമ ഹരേ ജയ രാമ. രാമനെ പെറ്റു കൗസല്യ, കൈകേയിക്കു പിറന്നു ഭരതൻ. ലക്ഷ്മണ ശത്രുഘ്നനല്ലോ സുമിത്രയ്ക്കുള്ള 2 സുതന്മാർ. മുത്തശ്ശി കോരിത്തരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ. മക്കളിൽ മൂത്തവൻ രാമൻ, സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം. ലക്ഷ്മി ഭഗവതിയല്ലോ ജനകാത്മജയാകിയ സീത. മുത്തശ്ശി കയ്യിണ കൂപ്പി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ. ഇതിങ്ങനെ ഓരോ കാണ്ഡങ്ങൾ മുത്തശ്ശി ഓരോ വിധത്തിൽ ഓരോ ഖണ്ഡികയായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മുത്തശ്ശിയുടെ ഓരോ ഭാവങ്ങളും കൂടി ഈ കവി മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗം പാടി തീരുമ്പോഴും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ കൗതുകം തോന്നും. കാരണം അങ്ങനെയാണ് ഈ കവിത. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ നമുക്കും തോന്നും ഇതിൻ്റെ ബാക്കി ഒന്ന് കേൾക്കണമെന്ന്. അത്രയ്ക്ക് ലളിതമാണ്. അപ്പോൾ കൊച്ചുകുട്ടികളെ എന്തുമാത്രം ആകർഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഓരോ കാണ്ഡം പാടി തീരുമ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. അങ്ങനെ മുത്തശ്ശി വീണ്ടും അടുത്ത കാണ്ഡത്തിലേക്ക് കിടക്കും, അതിനടുത്ത കാണ്ഡത്തിലേക്ക് കിടക്കും. ഒരു ഭാഗം കൂടി. കാട്ടിലണഞ്ഞ രാമൻ്റെ കഥ കേൾക്കണമെന്നു കിടാങ്ങൾ, മുത്തം കൊടുത്തു ചിരിച്ചു കൊണ്ടു മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ. കാട്ടിലെ മാമുനിമാരെ ചെന്നു കാണുക നാമെന്നു രാമൻ. സീതയും തമ്പിയുമായി
ചിത്രകൂടാചലം വിട്ടിറങ്ങി മുത്തശ്ശിയൊന്നു നിനച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ കുന്തത്തിലാനയെ കോർത്തു കുതിച്ചെത്തി വിരാധൻ വിഴുങ്ങാൻ രാമബാണത്താലെ ശാപം നീങ്ങി രാക്ഷസൻ വിദ്യാധരനായി മുത്തശ്ശിമേൽ പോട്ടു നോക്കി ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ദക്ഷിണ ദിക്കിലഗസ്ത്യൻ തന്നെ ദർശിച്ചു പഞ്ചവടിയിൽ ആശ്രമമൊന്നു ചമച്ചു പിന്നെ ആശ്വാസത്തോടെ വസിച്ചു മുത്തശ്ശി കണ്ണൊന്നടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ആശ്രമമുറ്റത്തൊരു നാൾ ഒരു സുന്ദരി വന്നു കുണുങ്ങി രാവണ സോദരിയാൾക്ക് രാമചന്ദ്രനെ വേൽക്കണം പോലും മുത്തശ്ശി കാർക്കിച്ചു തുപ്പി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ. ഇങ്ങനെ രാമായണ കഥ മുഴുവൻ ലളിതസുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു രാമായണമാണ് മുത്തശ്ശി രാമായണം. അത് ഇന്ന് ലഭ്യമാണ്. നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെ പതിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഉള്ളൊരു രാമായണം നമ്മുടെ പ്രിയപ്പെട്ട കവി പട്ടയിൽ പ്രഭാകരൻ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൂടി ഈ രാമായണ മാസത്തിൽ ഓർക്കുന്നു. ഏതായാലും മറ്റൊരു രാമായണ വിശേഷവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.